ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഡിസംബർ 2, 2024. നമുക്കറിയാം, അടുത്ത വർഷത്തെ ലോക ചെസ് ചാമ്പ്യനെ കണ്ടുപിടിക്കാനുള്ള മത്സരം ഇന്ന് സിംഗപ്പൂരിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. 6ാമത്തെ ഗെയിം ഇന്നലെ നടന്നു. ഓരോ ഗെയിമിലും ജയിക്കുന്ന ആൾക്ക് 1 പോയിൻറ്റും സമനിലയായ 1/2 പോയിൻറ്റും വീതമാണ് ലഭിക്കുക. അപ്പോൾ 6ാമത്തെ ഗെയിമിലേക്ക് പ്രവേശിക്കുമ്പോൾ 2 പേർക്കും 2.5 പോയിൻറ്റ് വീതം ആണ് ഉള്ളത്. അപ്പോൾ 6ാമത്തെ ഗെയിമിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ, നിലവിലുള്ള ചാമ്പ്യനായ ഡീൻ ലിറൈനാണ് വെള്ളക്കരുക്കൾ. അപ്പോൾ നമുക്കറിയാം, വെള്ളക്കരുക്കളുമായി കളിക്കുമ്പോൾ ഓരോ കളിക്കാരനും വ്യത്യസ്ത രീതിയിലുള്ള മൂവ്മെൻറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ മത്സരത്തിൽ നമുക്കറിയാം, 2ാമത്തെ ഗെയിമും 4ാമത്തെ ഗെയിമും 6ാമത്തെ ഗെയിമുമാണ് ഇപ്പോൾ നിലവിലുള്ള ചാമ്പ്യനായ ഡീൻ ലിറൈൻ വെള്ളക്കരുക്കളുമായി കളിക്കുന്നത്. 1ാമത്തെയും 3ാമത്തെയും 5ാമത്തെയും ഗെയിമുകളിൽ വെള്ളക്കരുക്കൾ ഗുകേഷിനായിരുന്നു. അപ്പോൾ ഇന്ന് അദ്ദേഹം കൊണ്ടുവരുന്ന മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് ആദ്യത്തെ നീക്കം നീക്കിയത് നമുക്കറിയാം D4 ആണ്. D4 എന്ന് വെച്ചാൽ നമുക്കറിയാം, ക്വീനിന് മുമ്പിലുള്ള പോണിനെ 2 കോളം മുന്നോട്ട് നീക്കി. കഴിഞ്ഞ കളിയിൽ, അതായത് 4ാമത്തെ ഗെയിമിൽ നിലവിലുള്ള ചാമ്പ്യനായ ചൈനീസ് താരത്തിനായിരുന്നു വെള്ളക്കരുക്കൾ. അന്ന് അദ്ദേഹം നീക്കിയത് നമുക്കറിയാം NF3 ആയിരുന്നു. അത് കുതിരയെടുത്ത് നൈറ്റിനെ എടുത്ത് F3യിലേക്ക് വെക്കുകയാണ് ചെയ്തത്. അതായത് അദ്ദേഹത്തിൻ്റെ ഓപ്പണിംഗ് മൂവ്മെൻറ്റ്. അപ്പോൾ ഇന്ന് അദ്ദേഹം നീക്കിയത് D4 ആണ്. ക്യൂവിന് മുമ്പിലുള്ള പോണിനെ 2 കോളം മുമ്പോട്ട് നീക്കി. 3ാമത്തെ ഗെയിം നമുക്കറിയാം, ഗുകേഷ് വെള്ളക്കരുക്കളുമായാണ് കളിച്ചത്. അന്ന് അദ്ദേഹം നീക്കിയതും ഇതാണ് D4. അപ്പോൾ ഇതിന് മറുപടിയായി, ഈ D4ന് മറുപടിയായി ഗുകേഷ് ചെയ്തത് NF6 ആണ്. നൈറ്റിനടുത്ത് F6ലേക്ക് വെച്ചു. അത് അദ്ദേഹത്തിൻ്റെ G കോളത്തിലുള്ള നൈറ്റിനടുത്ത് F6ലേക്ക് വയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചൈനക്കാരൻ ചെയ്തതെന്ന് വെച്ചാൽ, ബിഷപ്പിനടുത്ത് F4ലേക്ക് വെച്ചു. അതിന് മറുപടിയായി ഗുകേഷ് ചെയ്തത് D5 ആണ്. അതായത് അതായത് ക്യൂവിന് മുമ്പിലുള്ള പോണിനെ 2 കോളം മുന്നോട്ട് നീക്കി D5ലേക്ക് നീക്കി. 3ാമത്തെ നീക്കമായി ഡീൻ ലിറൈൻ ചെയ്തത് E3 ആണ്. അതായത് കിങ്ങിന് മുമ്പിലുള്ള പോണിനെ 1 കോളം മുമ്പോട്ട് നീക്കി. അതിന് മറുപടിയായി ഗുകേഷ് ചെയ്തത് E6 ആണ്. അദ്ദേഹത്തിൻ്റെ കിങ്ങിന് മുമ്പിലുള്ള പോണിനെ 1 കോളം മുമ്പോട്ട് നീക്കി E6ലേക്ക് വെച്ച്. 4ാമത്തേതായി ചൈനീസ് താരം ചെയ്തത് NF3 ആണ്. അതായത് നൈറ്റിനെ എടുത്ത് F3യിലേക്ക് വെച്ചു. നേരത്തെ 1ാമത്തെ നീക്കത്തിൽ ഗുകേഷ് NF6ലേക്ക് വെച്ചിട്ടുണ്ട്. ആ കോളത്തിലേക്ക് NF3, അതായത് G5ലുള്ള നൈറ്റിനടുത്ത് F3യിലേക്ക് വെച്ചു. അപ്പോൾ ഗുകേഷ് ചെയ്തത് C5 ആണ്. നമുക്കറിയാം ABC, 3ാമത്തെ C5ലുള്ള പോണിനടുത്ത് 2 കോളം മുന്നോട്ട് നീക്കി C5ലേക്ക് വെച്ചു. അത് C5 വെക്കുന്നതെന്ന് വെച്ചാൽ, ഈ D4ൽ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മളെ നൈറ്റിന്, അതുപോലെ ബിഷപ്പിനൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി കൊണ്ടുവരാം. അപ്പോൾ ചൈനീസ് താരം ചെയ്തത് C3 ആണ്. ആ കോളത്തിലുള്ള C5ലുള്ള പോണിനടുത്ത് 1 കോളം മുന്നോട്ട് നീക്കി C3യിലേക്ക് വെച്ചു. അപ്പോൾ ഗുകേഷ് ബിഷപ്പിനടുത്ത് D6ലേക്ക് വെച്ചു. അങ്ങനെ മുന്നോട്ട് പോയി. 7ാമത്തെ നീക്കത്തിൽ പിന്നെ ചൈനീസ് താരം ബിഷപ്പിനടുത്ത് ഓരോന്നിനെ വെട്ടാൻ തുടങ്ങി. പിന്നെ ഒരു 15 നീക്കം വരെ പരസ്പരം ബിഷപ്പുകളെയും നൈറ്റുകളെയൊക്കെ വെട്ടിയിട്ടുണ്ട്. 1-2 പോൺസിനെ വെട്ടിയിട്ടുണ്ട്.
8ാമത്തെ നീക്കത്തിലാണ് ഗുഗേഷ് കാസിൽ ചെയ്തത്. കാസിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ കിങ്ങിനെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടും റൂക്കിനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടും ആണ്. 15ാമത്തെ നീക്കത്തിലാണ് ചൈനീസ് താരം കാസ് ചെയ്തത്. ചൈനീസ് താരം കാസ് ചെയ്തത് ഇങ്ങോട്ടാണ്, ക്യൂവിൻ്റെ സൈഡിലേക്കാണ് ചെയ്തത്. പിന്നീട് അതിനുശേഷം നമുക്കറിയാം ഈ ആദ്യത്തെ 19 നീക്കത്തിന് ചൈനീസ് താരം എടുത്തത് 7 മിനിറ്റ് മാത്രമാണ്. പക്ഷേ 20ാമത്തെയും 21ാമത്തെയും നീക്കത്തിന് വേണ്ടി അദ്ദേഹം 1 മണിക്കൂറോളം എടുത്തിട്ടുണ്ട്. പിന്നീട് നടന്നത് നമുക്കറിയാം, അപ്പോഴേക്കും ഓപ്പണിംഗ് കഴിഞ്ഞ് പിന്നെ മിഡിൽ ഗെയിമായി. ഈ മിഡിൽ ഗെയിമിൽ 22ാമത്തെ നീക്കം മുതൽ ചൈനീസ് താരം സമനിലക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഗുഗേഷിൻ്റെ ക്യൂവിനെ പിടിക്കാൻ വേണ്ടി ഒരുപാട് നീക്കങ്ങൾ നടത്തി. ഗുഗേഷ് ആണെങ്കിൽ സമനിലക്ക് സമ്മതിക്കാതെ ക്യൂവിനെടുത്ത് മറ്റ് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കും. ഇതൊരു രസകരമായ നീക്കമായിരുന്നു. പക്ഷേ പല അന്താരാഷ്ട്ര സീനിയർ താരങ്ങളൊക്കെ ഇതിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഈ നമ്മുടെ നിലവിലുള്ള പൊസിഷൻ നഷ്ടപ്പെടുത്തി ക്യൂവിനെ പിൻവലിക്കുമ്പോൾ മുൻതൂക്കം നഷ്ടപ്പെടും. അത് ചിലപ്പോൾ പരാജയത്തിലേക്കും നയിക്കും. കാരണം 1ാമത്തെ ഗെയിമിൽ തന്നെ അങ്ങനെ ഒന്ന് കണ്ടതാണ്. ഗുഗേഷ് ക്യൂവിനെ പിൻവലിച്ചു, അതോടെ മുൻതൂക്കം നഷ്ടപ്പെട്ടു, പിന്നീട് പരാജയത്തിലേക്ക് പോയത്. അപ്പോൾ അതുപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാണ് പലരും ഇതിനെ വിമർശിച്ചത്. പക്ഷേ എങ്കിലും ഈ ഗെയിമിലെ ഏറ്റവും രസകരമായ ഭാഗം ഇത് തന്നെയായിരുന്നു. 22ാമത്തെയും 35ാമത്തെയും നീക്കത്തിൻ്റെ ഇടയിലുള്ള മെയിനായിട്ട് ഈ ചൈനീസ് താരം കളിച്ചത് ഒക്കെ ഇത് തന്നെയായിരുന്നു. സമനിലയ്ക്ക് വേണ്ടിയും അതുപോലെ ഗുഗേഷിൻ്റെ ക്യൂവിനെ പിടിച്ച് സമനിലയിലാക്കുക. പല റിപ്പീറ്റേഷൻ മൂവ്മെൻറ്റും നടത്തി. പക്ഷേ പലപ്പോഴും ഗുഗേഷ് അതിനെ പിൻവലിച്ചു. അതിൻ്റെ രസമായിരുന്നു. പക്ഷേ 35ാമത്തെ നീക്കത്തിൽ ഗുഗേഷ് ക്യൂവിനെ ക്യാൻസലാക്കാൻ സമ്മതിച്ചു. എന്ന് വെച്ചാൽ മത്സരം പിന്നീട് സമനിലയിലേക്ക് പോവുകയാണ്. പിന്നീട് 46ാമത്തെ നീക്കത്തിലാണ് മത്സരം സമനിലയിൽ അവസാനിച്ചത്. ഇപ്പോൾ 6 ഗെയിം കഴിഞ്ഞു. ഇതിൽ ഏറ്റവും നീളം കൂടിയ മത്സരം ഇന്നലത്തേത് ആയിരുന്നു. ഇനി 7ാമത്തെ ഗെയിമിൽ ഗുഗേഷിനായിരിക്കും വെള്ളക്കരുക്കൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അപ്ഡേറ്റിൽ പറയാനുള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.